പ്രൊപ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. അങ്ങനെ നമ്മുടെ UPSC എക്സാമിനേഷൻ ജൂലൈ 6-ാം തീയതിയും LPSTയുടെ പരീക്ഷ ജൂലൈ 20-ാം തീയതിയും തന്നെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒന്നുകൂടി നോട്ടിഫിക്കേഷനൊക്കെ ഒരു പുനർ നോട്ടിഫിക്കേഷനൊക്കെ വന്നത് കാരണം എക്സാമിനേഷൻ നീളുമോ അങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ UPSTയുടെ ഹാൾ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ അവരുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷകൾക്കൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം UPST ഓൾറെഡി ജൂലൈ 6-ന് കഴിയുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ഇനി അടുത്ത കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ് ഒരു ചോദ്യം എല്ലാ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ. സ്വാഭാവികമായും അവരുടെ മനസ്സിലുള്ള കാര്യം HSTA ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളാണ്. നേരത്തെ HSA ആയിരുന്നു, ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോൾ സർക്കാർ അതിനെ പുനർനാമകരണം ചെയ്തു, ഹൈസ്കൂൾ ടീച്ചറാണ്, അതായത് HST. പഴയ HS തന്നെയാണ് ഇപ്പോഴത്തെ HST എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നുണ്ട്. HSA പണ്ട് ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ആയിരുന്നു, അത് പുനർനാമകരണം ചെയ്ത് ഹൈസ്കൂൾ ടീച്ചർ എന്നുള്ളതാക്കി. അപ്പോൾ HST എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ HSTയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഏജ്, കാരണം കട്ട് ഓഫ് ഏജിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഓരോ വ്യതകളാണ്. അവർക്ക് ഇന്ന വർഷം വിളിച്ചാൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സാക്റ്റ് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഏജാണ് ചോദ്യം. മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന രീതിയിൽ നമുക്കറിയാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ, സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ, ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ നേരിട്ട് ഈ പറയുന്ന രീതിയിൽ വാട്സാപ്പിലായിട്ടും നമ്മുടെ യൂട്യൂബ് വീഡിയോകളുടെ അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും എന്താണ് നമ്മുടെ ഒരു ഫോക്കസ് വേണ്ടത്, അല്ലെങ്കിൽ HST പരീക്ഷകൾ നമ്മൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ഇതൊരു ലാസ്റ്റ് HST പരീക്ഷയാകുമോ, അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതൊരു പക്ഷേ ഒരു ലാസ്റ്റ് ഹൈസ്കൂൾ ടീച്ചറുടെ എക്സാമിനേഷൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായും UPക്ക് ശേഷം വരുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് HSTയുമായി ബന്ധപ്പെട്ട A to Z വിവരങ്ങളാണ്. ഒരുവിധം കുറേ സീരീസ് ആയിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. പ്രധാനമായും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള സംശയങ്ങളുടെ ദൂരീകരണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ HST നോട്ടിഫിക്കേഷൻ 2024 ഉണ്ടാവുമോ, 2025 ഉണ്ടാകുമോ, പിന്നെ ഞാൻ പറഞ്ഞ സംശയങ്ങൾ ആണ് ദൂരീകരിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, ഇവിടെ പ്രധാനമായ സബ്ജക്റ്റുകൾ നമുക്കറിയാം. ഞാൻ ഓരോ സബ്ജക്റ്റായിട്ടും പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ഫിസിക്കൽ സയൻസ് മാത്രമാണ് ഒരു ഓടായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഏറെക്കുറെ ഫിസിക്സും കെമിസ്ട്രിയും മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ച ആൾക്കാർക്ക് അറിയാം. അതും ഇവിടെ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ തൊട്ട് മുമ്പത്തെ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാനുള്ളത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളതാണ്. കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ HST മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് ഇതിന് മുൻപത്തെ നോട്ടിഫിക്കേഷൻ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ലൈവാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മാത്സിൻ്റെ കാര്യമാണ് പറയുന്നത്. കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ 30/12/2020 383/2020 എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്, അതിൻ്റെ അനന്തര നടപടികൾ 2020 നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ നടത്തി. 2023 അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിച്ചു. അപ്പോൾ സ്വാഭാവികമായി 2026 വരെ ഓരോ ജില്ലകളിൽ ചില മാസങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും 14 ജില്ലകളും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 2023 തന്നെയാണ്. മാസങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ 14 ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് എന്ന് അവസാനിക്കും? 2026 അവസാനിക്കും. അപ്പോൾ 2026 ഈ ലിസ്റ്റ് അവസാനിക്കുന്നത് മുറയ്ക്കൊന്നും വന്നില്ലെങ്കിലും അതിനുശേഷം ഒരു 4-5 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും ഒരു പുതിയ ലിസ്റ്റ് വരാൻ ഉള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മുൻപത്തെ നോട്ടിഫിക്കേഷൻ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 20 വന്നു, 383/2020 എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. 2023 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഏതിൻ്റെ? മാത്തമാറ്റിക്സിൻ്റെ. അടുത്ത സബ്ജക്റ്റിലേക്ക് വരാം. നാച്ചുറൽ സയൻസ് തൊട്ടടുത്ത കാറ്റഗറി നമ്പറിനായിരുന്നു 30/12/2020 384/2020. 2023 പല 14 ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് വന്നത് 2023 പല മാസങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും 2026 എല്ലാ ജില്ലകളിലെയും 14 ജില്ലകളുടെയും നാച്ചുറൽ സയൻസിൻ്റെ ലിസ്റ്റുകൾ കാലഹരണപ്പെടും.
മാത്സ് സംഭവിച്ചതുപോലെ തന്നെ. അടുത്ത സബ്ജക്റ്റ് HST ഇംഗ്ലീഷ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒരു വർഷത്തെ ചെറിയൊരു മാറ്റമുണ്ട്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2/8/2021 വന്നത്. 254/2021 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ. പക്ഷേ ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്. 2023 ഏതാണ്ട് ഈ പറയുന്ന പരീക്ഷകളിലെല്ലാം ഏറ്റവും ആദ്യം വന്നൊരു റാങ്ക് ലിസ്റ്റാണ് ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ മാത്സ് ഒക്കെ 2020 വിളിച്ചു, അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് 2020 വിളിച്ചു വെച്ചാലും 2023 HSTയുടെ റാങ്ക് ലിസ്റ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം വന്നത് ഇംഗ്ലീഷിൻ്റെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെയും 14 ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 2023 തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. 2021 നോട്ടിഫിക്കേഷൻ വെച്ചാലും മറ്റ് സബ്ജക്റ്റുകൾ സംഭവിച്ചതുപോലെ മാത്സിനും നാച്ചുറൽ സയൻസിനും സംഭവിച്ചതുപോലെ 2023 തന്നെയാണ്. അവിടെയും 2026 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ സബ്ജക്റ്റായിട്ട് എടുത്ത് പറയാൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്. LP UP പോലെയല്ല നമുക്ക് HSA പല സബ്ജക്റ്റുകളുണ്ട്. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് നോക്കിയാലും 2/6/2023 203/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറോട് കൂടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത്. അവിടെയും 2023 തന്നെ എല്ലാ ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് വന്നു. സ്വാഭാവികമായും 2026 റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കും. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 2023 ഞാൻ പറഞ്ഞു ഇംഗ്ലീഷൊക്കെയാണ് തുടക്കമിട്ടത്. ഏറ്റവും അവസാനം വന്ന റാങ്ക് ലിസ്റ്റുകളായിരുന്നു സോഷ്യൽ സയൻസിൻ്റെ. 2023 തന്നെ വന്നു. 2026 വരെയാണ് സോഷ്യൽ സയൻസ് 14 ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. മലയാളം ഇംഗ്ലീഷ് പോലെ തന്നെയാണ്. 2/8/2021 നോട്ടിഫിക്കേഷൻ. 255/2021 എന്ന കാറ്റഗറി നമ്പറോട് കൂടിയിട്ടാണ് വന്നത്. 2023 റാങ്ക് ലിസ്റ്റുകൾ 14 ജില്ലകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഏതാണ്ട് ഇംഗ്ലീഷിൻ്റെ പോലെ തന്നെ ആദ്യം വന്ന റാങ്ക് ലിസ്റ്റുകളായിരുന്നു മലയാളത്തിൻ്റെയും. സ്വാഭാവികമായും 2026 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റുകളെല്ലാം അവസാനിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഒരു വർഷത്തെ ഗ്യാപ്പ്. മാത്സും നാച്ചുറൽ സയൻസും 2020 വിളിച്ചു, 2023 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞ പരാമർശ സബ്ജക്റ്റുകൾ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമ്മുടെ മലയാളം സബ്ജക്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ 2021 നോട്ടിഫിക്കേഷൻ വന്നുവെച്ചാലും മലയാളം ഇംഗ്ലീഷൊക്കെ ആദ്യം തന്നെ 2023 റാങ്ക് ലിസ്റ്റുകൾ ആദ്യം തന്നെ വന്നു. സോഷ്യൽ ഏറ്റവും അവസാനമായിട്ടാണ് വന്നത്. പക്ഷേ 14 ജില്ലകളെയും 2023 തന്നെ ലിസ്റ്റ് വന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇനി ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം സബ്സിഡറി ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിലാണ്. ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവനാണ് ഫിസിക്കൽ സയൻസ്. 2016 ഇതിന് മുൻപ് നോട്ടിഫിക്കേഷൻ വന്നത്. 227/2016 എന്ന് പറഞ്ഞായിരുന്നു നോട്ടിഫിക്കേഷൻ. 18 എക്സാമിനേഷൻ നടത്തി, 20 റാങ്ക് ലിസ്റ്റ് വന്നു. 2023 എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടിട്ടില്ല. കോടതിയിൽ കേസുള്ളത് കാരണം സബ്സിഡറി ഇഷ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ സബ്സിഡറി ഇഷ്യൂ ഉള്ള ആളുകൾക്ക് അവിടെ സംഭവിച്ച കാര്യം, സബ്സിഡറി ഇഷ്യൂ ഉള്ള ആളുകൾക്ക് ഫിസിക്സ് പഠിച്ചവർ കെമിസ്ട്രി ഉപവിഷയമായി പഠിക്കണം, കെമിസ്ട്രി മുഖ്യ വിഷയമായി പഠിച്ചവർ ഫിസിക്സ് ഒരു സബ്സിഡറി ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ രണ്ടും പഠിച്ച ആളുകൾക്ക് അഡ്വൈസ് കൊടുത്ത അപ്പോയിൻമെൻറ്റ് നടത്തി. അല്ലാത്ത ടേൺ എത്തുമ്പോൾ ആ വേക്കൻസി പിടിച്ചു വെച്ച് അവരുടെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമാവാതിരിക്കുന്നത്. അതുകൊണ്ട് സാങ്കേതികമായി ലിസ്റ്റ് കാലഹരണപ്പെട്ടിട്ടില്ല. പക്ഷേ നിയമനങ്ങളൊക്കെ 2023 നവംബർ മാസം 14 ജില്ലകളുടെയും അവസാനിച്ചതാണ്. ഏറ്റവും അവസാനത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2023 നവംബർ വരെയായിരുന്നു. അതിനുശേഷം പിന്നെ നിയമനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാങ്കേതികമായി ലിസ്റ്റ് നിലനിൽക്കുന്നു എന്ന് മാത്രം. കേസിന് വിധിയായാൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ വീഡിയോ, കേസിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പൂർണ്ണമായി കാണുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ഏതാണ്ട് 10,000-ന് പുറത്ത് ഉദ്യോഗാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു എളിയ ശ്രമമാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു അപ്ഡേഷൻ നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറയുന്ന കേസ് നടക്കാത്തത് സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന കാര്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ നേരത്തെ കേസ് കൊടുത്ത ആൾക്കാർ തരാൻ തയ്യാറായിട്ടില്ല. പൂർണ്ണമായും നമുക്കത് എടുക്കാൻ പറ്റില്ല. ഒരു 90% നമുക്ക് വിശ്വസിക്കാം കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വിധി എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഗ്രൂപ്പ് ഫിസിക്കൽ സയൻസിലെ ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 6 ശേഷം UPST എക്സാമിനേഷന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് അതിന് ആക്റ്റീവായിട്ട് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടിട്ട് ആ ഗ്രൂപ്പിൽ ഇത് ആദ്യം കിട്ടുന്നൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ
ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുക. അപ്പോൾ മറ്റുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ 2026 അവസാനിക്കുന്നത്. ഇവിടെ 2023 അവസാനിച്ചതാണ്. കേസ് വിധിയായാൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ തരും. മറ്റുള്ള രീതിയിലുള്ള കാലതാമസങ്ങളൊന്നും ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് കിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് സംഭവിക്കാം, നടക്കില്ല. കേസിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ ഇതേ രീതിയിലാണ്. അപ്പോൾ ഫിസിക്കൽ സയൻസിനെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം. മറ്റുള്ള സബ്ജക്റ്റുകളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് 2026 റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ 2024 അല്ലെങ്കിൽ 2025 എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തമായ ചോദ്യം നമ്മൾ ആദ്യം തുടങ്ങിയത്. 2024 വേണമെങ്കിൽ വന്നൂടാ എന്നില്ല, പക്ഷെ അതിനുള്ള സാധ്യതകൾ കുറച്ച് വിരളമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. PSC കാര്യങ്ങളാണ് മുഴുവൻ. എനിക്ക് അനലൈസേഷൻ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അനലൈസേഷൻ പ്രകാരം 2024 വിളിക്കില്ല എന്നുള്ളതൊന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മാത്സ്, നാച്ചുറൽ സയൻസ് ഒക്കെ 2020 വിളിച്ചതാണ്. ഈ വർഷം എത്തുമ്പോൾ 4 വർഷം എന്നുള്ള ആ ഒരു സംഖ്യ പൂർത്തീകരിക്കും. അതുകൊണ്ട് 2024 വിളിച്ചുകൂടാ എന്നുമില്ല. 2025 ഒരു കൂടുതൽ സാധ്യത, ഈ ഒരു വർഷത്തിലാണ് കൂടുതൽ ഒരു സാധ്യത എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 2025 നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 24 വിളിച്ചുകൂടായക എന്നുമില്ല. PSCയുടെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം HST പോലുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഈ പറയുന്ന പരീക്ഷകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പഠനം ആവശ്യമാണ്. UPST പോലെയും കൂടിയല്ല. കാരണം സബ്ജക്റ്റാണ്. സബ്ജക്റ്റിലുമായി കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. എസ്പെഷ്യലി UP നിന്നും ഒന്നുകൂടി നോക്കുമ്പോൾ നമുക്ക് വേക്കൻസികളുടെ നമ്പർ ഒന്നുകൂടിയും കുറയും. അപ്പം നല്ല രീതിയിലുള്ള ഒരു മത്സരം ഉണ്ടാക്കും എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. പിന്നെ താരതമ്യേന HSST പോലുള്ള ഇതിലേക്കൊക്കെ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞത് കാരണം കൂടുതൽ ആളുകൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ HSTക്ക് ഉണ്ടാവും. ഭേദപ്പെട്ടമായ HSSTയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം ഭേദമായൊരു രീതിയിൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ഒരു തസ്തികയും കൂടിയാണ് HST. അപ്പോൾ 2024 വിളിച്ചുകൂടാ എന്നില്ല. കൂടുതലൊരു സാധ്യത 2025 കാരണം 2025 നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന് 2026 പരീക്ഷ നടത്തി 2027 റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരാവുന്ന രീതിയിലായിരിക്കും PSC പ്ലാൻ ചെയ്യാനുള്ള ഒരു കൂടുതൽ സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തമാണ്. 2024 വിളിച്ചുകൂടാ എന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ടു മാത്സും നാച്ചുറൽ സയൻസും ഒക്കെ 20 നോട്ടിഫിക്കേഷൻ വന്നതാണ്. അപ്പോൾ 2024 വിളിക്കാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. 25 എന്തായാലും കടന്നു പോകാൻ, 25 ഡിസംബർ എന്ന് പറയുന്ന ആ ഒരു മാസം കടന്നു പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെ വിളിച്ചാൽ മാത്രമേ 2026 പരീക്ഷ നടത്തി 27 ലിസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് 24 25 വിളിക്കാം. കൂടുതൽ സാധ്യത 25 2025 ഡിസംബർ എന്നുള്ളത് കടന്നു പോവുകയും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരുന്നത് ഏജുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം HST തസ്തികകളാണെങ്കിലും അധ്യാപക തസ്തികകൾക്കെല്ലാം പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സാണ് ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച 2024 ഒരു 25 ഒരു കൂടുതൽ സാധ്യത എന്നുള്ള രീതിക്ക് 2025 നോട്ടിഫിക്കേഷൻ വന്നാൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏജ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി 2024 വിളിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന വർഷങ്ങളിൽ നിന്നെല്ലാം ഒരു വർഷം കുറച്ചാൽ മതി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ വരുന്നത് എങ്കിൽ ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു 40 വയസ്സാണ് പ്രായപരിധി. ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. കാരണം അതാണ് എല്ലാവർക്കും പ്രശ്നം വരിക. ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് 40 വയസ്സാണ് പ്രായപരിധി. പക്ഷെ 40 എന്ന് പറഞ്ഞാലും അത് ഉദ്യോഗാർത്ഥികൾക്ക് ക്ലിയർ ആവില്ല. PSC ഒരു കലണ്ടർ വർഷത്തിൽ വിളിക്കുന്ന എല്ലാ തസ്തികളുടെയും ഏജ് കണക്കാക്കുക ആ വർഷം. ഇപ്പോൾ 2025 വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തസ്തിക 2025 ജൂൺ മാസത്തിൽ വിളിച്ചു. പക്ഷേ ഏജ് കണക്കാക്കുക 2025 ജനുവരി 1 എന്താണ് പ്രായം എന്നുള്ളതാണ് കണക്കാക്കുക. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് 40 വയസ്സാണ്. 2/1/1985 മുൻപേ ജനിച്ചവരാവരുത്. 2025 നിങ്ങളുടെ HSTയുടെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നതെങ്കിൽ നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റിനാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിന് മുമ്പാവരുത്, 2/1/1985 മുൻപേ ആവരുത്. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് 43 വയസ്സാണ്.
അപ്പം OBC-കാരെ സംബന്ധിച്ച് നിങ്ങളുടെ HST പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ 2025 വന്നാൽ 2/1/1982 മുൻപേ ജനിച്ചവരാവരുത്. അപ്പോൾ 2/1/1982 ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ആ ഡേറ്റും അതിനുശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 2/1/1985 ആ ഡേറ്റും അതിനുശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. SC/ST കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് 5 വർഷമാണ് പ്രായപരിധി. അതുകൊണ്ട് 2/1/1980 മുൻപേ ജനിച്ചവരാവരുത്. 2/1/1980 അതിനുശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി അപ്ലൈ ചെയ്യാം. അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. 2025 നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏജ് കണക്കാക്കുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിലാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ റിവൈൻഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ. ക്വാളിഫിക്കേഷൻ മാറുമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PG നിർബന്ധമാക്കുമോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നിർബന്ധമാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ പല ആളുകളും ഇപ്പോൾ നമുക്കറിയാം ഡിഗ്രി പ്ലസ് BEd പ്ലസ് അല്ലെങ്കിൽ ക്വാളിഫയിങ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും. PG പഠിക്കണമെന്നുണ്ടെങ്കിൽ 2 വർഷം ഉണ്ടാവും, 2 വർഷം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയമാണ് PG നിർബന്ധമാക്കുമോ. നമ്മളെ സംബന്ധിച്ച് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം HST ലയനങ്ങളെല്ലാം സർക്കാർ ഉദ്ദേശിക്കുന്നത് 2030 എന്നുള്ളത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. HST ലയനം ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും ലയിപ്പിച്ചുകൊണ്ട് ഒറ്റ കാര്യങ്ങളാക്കുക. അതായത് ഇപ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ പാറ്റേൺ എന്ന് പറയുന്നത് 4+3+3+2 ആണ്. 4 വർഷം 4ാം ക്ലാസ് വരെ LP, പിന്നെ 3 വർഷം UP, പിന്നെ 3 വർഷം ഹൈസ്കൂൾ, പിന്നെ 2 വർഷം +2 ഹയർ സെക്കൻഡറി. അത് മാറ്റി 5+3 5ാം ക്ലാസ് വരെ LP പ്ലസ് 6, 7, 8 UP, 9, 10, 11, 12 ഒന്നിച്ച് ഒറ്റ കാര്യങ്ങളാക്കുക. അത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും NEPയും കൂടി കലർന്നു കൊണ്ടുവരുന്നൊരു കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു പ്രൊജക്ഷൻ ടൈം പറഞ്ഞിരിക്കുന്നത് 2030. അപ്പോൾ PG നിർബന്ധമാക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ 2024 സംഭവിക്കാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും 2025 എന്തായാലും നടക്കും. അപ്പോൾ 2025 വിളിക്കുമ്പോൾ ഇത് 2030 പ്രൊജക്ഷൻ. ഒരിക്കലും ഇപ്പോൾ PG നിർബന്ധമാക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സിലബസിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. നമുക്കറിയാം നമ്മുടെ HST പരീക്ഷകൾക്ക് പാർട്ട് A, പാർട്ട് B എന്ന് പറഞ്ഞിട്ടുള്ളത്. പാർട്ട് B എന്നാണ് 80% ചോദ്യങ്ങളും മറ്റോടത്തുനിന്ന് 20 ചോദ്യങ്ങൾ മാത്രമാണ്. പാർട്ട് B മാറാൻ യാതൊരു സാധ്യതയും കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോർ സബ്ജക്റ്റിൽ പഠിക്കേണ്ട മിനിമം കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സിനെ സംബന്ധിച്ച് 8 മൊഡ്യൂൾ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് 8 മൊഡ്യൂൾ, നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നാച്ചുറൽ സയൻസിനെ സംബന്ധിച്ച് 8 മൊഡ്യൂളുകൾ, ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതം. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. പാർട്ട് എയിലും വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ സൈക്കോളജിയിൽ നിന്ന് 5 മാർക്ക്, പിന്നെ ഈ പറയുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, അതിലൊക്കെ ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ സിലബസിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കുറവാണ്. PG നിർബന്ധമാക്കൽ എന്തായാലും ഈ ഒരു വർഷത്തെ HST, പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു HST തന്നെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, അത് ലാസ്റ്റ് പറയാം. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ നിർബന്ധമാക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. സിലബസിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയും നോക്കുമ്പോൾ സാധ്യത കുറവാണ്. അപ്പോൾ നോട്ടിഫിക്കേഷന് മുൻപായി കേട്ടറ്റിന് ഒരു അവസരം കൂടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2024 ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ. അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യത താരതമ്യേന കുറവാണ്. 25 വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കറിയാം ഈ ഒരു November ആയിട്ട് ഒക്ടോബറിലെങ്കിലും അടുത്തൊരു കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ, 2024 ഒക്ടോബറിലെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതിൻ്റെ ഒരു പരീക്ഷ കഴിഞ്ഞ് എന്തായാലും ഒരു February ആകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2025 നോട്ടിഫിക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കേട്ടറ്റ് എന്തായാലും കിട്ടേണ്ടതാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാം. ഒരു കേട്ടറ്റ് എന്തായാലും ഈ പറയുന്ന HST പരീക്ഷകൾക്ക് മുമ്പ് നമുക്ക് കിട്ടാം. ഇനി ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഇതൊരു ലാസ്റ്റ് HST എക്സാം ആവുമോ എന്നുള്ളതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം വേണ്ടി ക്വാളിഫിക്കേഷൻ എല്ലാം നേടി മുൻപേ കാലം ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം മുൻപേ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരെണ്ണം HST കഴിഞ്ഞാലും ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത HST വരും. ഇനി നമുക്ക് അങ്ങനെയുള്ള ഒരു സാധ്യത നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു പക്ഷേ ഒരു ലാസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ എക്സാമിനേഷനായി മാറാം. കാരണം ഞാൻ പറഞ്ഞു HSSTയും HSTയും കൂടി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം 2030 യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു തസ്തിക ഉണ്ടാവില്ല. ജൂനിയർ ടീച്ചർ,
സീനിയർ ടീച്ചർ എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് മാറും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ നിർബന്ധമാവും. അപ്പോൾ ഡിഗ്രി പ്ലസ് BEd പ്ലസ് ക്വാളിഫയിങ് ടെസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു അവസരം ഒരു പക്ഷേ അവസാനത്തെ അവസരമാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇതിന് ശേഷം ഒരു HST അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനോ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകൾ വെച്ച് താരതമ്യേന കുറവാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് പ്രപ്പ് സ്കെയിൽ ഈ പറയുന്ന കോഴ്സുകൾ എല്ലാ സബ്ജക്റ്റുകളുടെയും ഫിസിക്കൽ സയൻസ് ഒഴികെ, ഫിസിക്കൽ സയൻസ് ഓടായിട്ട് നിൽക്കുകയാണ്. 2016 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. 2018 പരീക്ഷ വന്നത്. നമ്മൾ 2020 നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 2020 2021 ഈ പറയുന്ന രീതി നമ്മൾ നേരത്തെ നോക്കി. മാത്സ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം സബ്ജക്റ്റുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വന്നു. അതിനെല്ലാം നമ്മൾ കോച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ HST പരീക്ഷകൾ അല്ലെങ്കിൽ 2023 വന്ന ഈ പറയുന്ന സബ്ജക്റ്റുകളുടെ എല്ലാം റാങ്ക് ലിസ്റ്റുകൾ പുറത്തു വന്നപ്പോൾ പ്രപ്പ് സ്കെയിലിൽ നല്ലൊരു വിജയമാണ് എത്തിപ്പിടിക്കാൻ സാധിച്ചത്. വിവിധ ജില്ലകളായി വിവിധ സബ്ജക്റ്റുകളായി 6 ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ നമ്മൾക്ക് 200-ന് പുറത്ത് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിലെത്തി. അവരിലൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഇന്ന് ഹൈസ്കൂൾ ടീച്ചറായി വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് വളരെ പ്രൗഡായിട്ട് അനൗൺസ് ചെയ്യാണ്. കാരണം പ്രപ്പ് സ്കെയിലിനെ സംബന്ധിച്ച് അധ്യാപക തസ്തികകൾ എന്നും ഒരു വിലപ്പെട്ട ഒരു സംഭാവന നൽകിയിട്ടുള്ളതാണ്. കാരണം നേരത്തെ കഴിഞ്ഞ വർഷത്തെ LPST UPST പരീക്ഷകളാണെങ്കിലും അതിൽ നമുക്ക് 730-ലധികം ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. ആ ഒരു വിജയ ചരിത്രം നമ്മൾ ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയിലും ആവർത്തിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഭിമാനകരമായ നേട്ടം. 6 ഒന്നാം റാങ്കുകൾ കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു 200-ലധികം റാങ്കുകൾ. പിന്നെ സിംഗിൾ ഡിജിറ്റ് റാങ്കുകൾ ഒരുപാടുണ്ട് കേട്ടോ. 6 ഒന്നാം റാങ്കുകൾ, പിന്നെ 2ാം റാങ്കുകളൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. 3ാം റാങ്ക് ഉണ്ട്, 4ാം റാങ്ക് ഉണ്ട്, 5ാം റാങ്ക് ഉണ്ട്. അങ്ങനെ 200 ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് വളരെ അധികം ഒരു അഭിമാനം നൽകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് നൽകുമ്പോൾ നമുക്കൊരു പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വർഷവും നമ്മൾ ഈ പറയുന്ന രീതിയിൽ LPST UPST പരീക്ഷകളൊക്കെ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. HSTയുടെ കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ HSTയുടെ ഓൺലൈൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. UP പരീക്ഷയ്ക്ക് ശേഷമാണ്. ഡേറ്റ് കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയാം. അപ്പോൾ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മലയാളം, ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസ് ഞാൻ പറഞ്ഞു, അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട്. വളരെ ഇൻട്രാക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളൊരു ഉദ്ദേശം. മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ലാസ്റ്റ് HST എക്സാമിനേഷൻ ആയിരിക്കും. മാത്രമല്ല ഒരു HST പരീക്ഷയിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്ന് പറയുന്നതിന് വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കോർ സബ്ജക്റ്റിൽ തന്നെ 8 മൊഡ്യൂളുകൾ പഠിക്കാനുണ്ട്. അതിന് പുറമെ സൈക്കോളജി, പിന്നെ നമ്മളെ ജനറൽ അവയർനെസ് കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ എത്രയും നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് ഈ പറയുന്ന HST റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് എത്രയും നേരത്തെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതേ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ടിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണയും നമ്മൾ ഓൺലൈൻ ബാച്ചുകളും ഹൈബ്രിഡ് ബാച്ചുകളും തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ LP UP ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസ് വിൽ ബി റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്. അതിനെ നമ്മൾക്ക് പിന്നെ PSCയിൽ വരുന്നൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം, എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, ഇങ്ങനെ പല സംശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കോഴ്സുകളും കൃത്യമായൊരു ടൈം ടേബിൾ തരും. ആ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ പോയി കാണുക. ഓരോ ദിവസവും ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ആ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ പോയി കണ്ടിട്ട് ഓരോ ദിവസവും നമ്മൾ പഠിച്ച കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഓരോ ആഴ്ചകളും നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വീക്ക്ലി മന്ത്ലി റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. ഇതിന് പുറമെ നമുക്കറിയാം HST ഒക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപക നിര, അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അതേപോലത്തെ ക്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപക നിര നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അവരുമായി ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ഓരോ ടോപ്പിക്കിൻ്റെയും കൃത്യമായ PDF നോട്ടുകൾ തരും. മോക്ക് ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും. പ്രീവിയസ് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ കൃത്യമായ മെൻറ്റർ സപ്പോർട്ട് കൂടിയിട്ടുള്ള ഓൺലൈൻ ബാച്ചുകളാണ് ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കെല്ലാം
നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് 10/7/2024 കാരണം നമ്മളുടെ 6/7/2024 നമ്മൾ UPSC എക്സാമിനേഷൻ. അത് കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങളെല്ലാം ഫ്രീ ആയി. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു ഉദ്യോഗാർത്ഥികളോട്, ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ പുസ്തകം അടച്ചു വെച്ചിട്ട് ഓടിപ്പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക, ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ചെയ്യാം. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ സമയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ HST പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ 10/7/2024 നമ്മുടെ ബാച്ച് ആരംഭിക്കും. പ്രീ ലോഞ്ച് ഓഫറായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് 5,999 ആണ്. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വരുന്ന 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന 499 രൂപയ്ക്ക് നിങ്ങൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സീറ്റ് റിസർവ് ചെയ്ത് വെക്കാം. 5,999 രൂപ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ കോഴ്സ് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൈസിങ് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കാം. ഇനി അതല്ല ഈ UPSC പരീക്ഷയുടെ ഒക്കെ ഒരു ഓട്ടത്തിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് മോണിറ്ററി കാര്യങ്ങൾ കൂടി ഉണ്ടാക്കി വെക്കുന്ന ഒരു തലവേദനയായി തോന്നുന്നുണ്ടെങ്കിൽ 499 രൂപ അടച്ച് നിങ്ങളുടെ എന്ത് ചെയ്യാം, സീറ്റ് റിസർവ് ചെയ്തിടാം. പിന്നെ 10-ാം തീയതി ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള ഫീസും കൂടി അടച്ച് ഈ പറയുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ക്ലിയർ ആയല്ലോ. ഐദർ യു ക്യാൻ പേ 5,999, അതല്ല ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു താമസം ഉണ്ട്, അല്ലെങ്കിൽ പൈസ അടയ്ക്കാനൊരു താമസം ഉണ്ടെങ്കിൽ 499 രൂപ അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സീറ്റ് റിസർവ് ചെയ്തിടാം. ബാക്കി പേയ്മെൻറ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ തന്നാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു, ഇത്തവണ നമ്മൾ ഓൺലൈൻ ബാച്ച് മാത്രമല്ല ഒരു ഹൈബ്രിഡ് ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആണ്. അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാവും, അതിന് പുറമെ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴിക്കോട് ബേസ് ചെയ്തിട്ടായിരിക്കും, കോഴിക്കോട് സിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോർമൽ ഡേയ്സിൽ, നമ്മുടെ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ, ഹോളിഡേ സെഷൻസിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കോഴിക്കോട് വെച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതാണ് ഹൈബ്രിഡ് ബാച്ചിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ലിമിറ്റഡ് സീറ്റുകളാണെന്നുള്ളത് മാത്രം ഓർക്കുക. ഓൺലൈനിനെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും പരിമിതിയില്ല. ഇവിടെ പക്ഷേ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അതുകൊണ്ട് ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും. ഇവിടെ നേരത്തെ പരാമർശിച്ച ഓൺലൈൻ കാര്യങ്ങളായ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ, ഡെയിലി ടോപ്പിക് വൈസ് എക്സാം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ടാവും. അതിന് പുറമെ ഓഫ്ലൈനായിട്ട് എന്ത് ചെയ്യും, നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ HST അധ്യാപകരുമായിട്ട് നേരിട്ട് ക്ലാസ്സുകളിൽ ഇരിക്കാം എന്നുള്ളതാണ് ഹൈബ്രിഡ് ബാച്ചിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ലിമിറ്റഡ് സീറ്റ്സ് ആണെന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡിനുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ സീറ്റ്, ഫീസ്, ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മളെ നമ്പറുകളിലും ഈ പറയുന്ന ഒരു ഫോം തരുന്നുണ്ട്, അതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളെ സീറ്റ് റിസർവ് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഓൺലൈൻ ബാച്ചും ഉണ്ട്, ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 5,999 രൂപയാണ് ഒരു പ്രീ ലോഞ്ച് ഓഫർ. ആ പ്രീ ലോഞ്ച് ഓഫർ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മുഴുവനായിട്ട് പേ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ 499 രൂപ അടച്ച് നിങ്ങളെ സീറ്റ് റിസർവ് ചെയ്തിടാം. ബാക്കി സംഖ്യ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഡയറക്റ്റ് പേയ്മെൻറ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഡെമോ ക്ലാസ് വേണം, കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോയുടെ ചോട്ടിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ പറഞ്ഞു 499 രൂപയുടെ ലിങ്ക് അവിടെ ഉണ്ട്. അതിന് പുറമെ ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ നമ്പറുകളായ 9061990022 അല്ലെങ്കിൽ 90619900 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം. എന്തിന്? കൂടുതൽ വിവരങ്ങൾക്കും ഡെമോ ക്ലാസ്സുകൾക്കും വേണ്ടി. ഡയറക്റ്റ് പേയ്മെൻറ്റ് ലിങ്ക് 499 രൂപയുടെ ഓൾറെഡി അവിടെ ഉണ്ട്, അത് വെച്ച് നിങ്ങളെ സീറ്റ് റിസർവ് ചെയ്യുക. പിന്നെ ഹൈബ്രിഡ് ബാച്ചിനുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞു ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമ്മുടെ നമ്പറുകളിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ കിട്ടും, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ. ഓൺലൈൻ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഹൈബ്രിഡ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. ഹൈബ്രിഡ് ബാച്ചിനുള്ള ആളുകൾ ഈ പറയുന്ന നമ്പറുകളിലേക്ക് നേരിട്ട് കോൺടാക്റ്റും ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പും ചെയ്യുക. ഹൈബ്രിഡ് ബാച്ചിനുകൾക്കുള്ള ആളുകൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ LPST UPSC പരീക്ഷകൾക്ക് ശേഷം ഒരിക്കലും ഫോക്കസ് ഇല്ലാതെ പോകരുത്. അധ്യാപക തസ്തികകളിൽ ഏറ്റവും നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റാണ് ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള റെമ്യൂണറേഷനും കാര്യങ്ങളോടും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ്.
ഒരു പക്ഷേ ഇതൊരു ലാസ്റ്റ് HSTക്കുള്ള ഒരു അവസരമാണെന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കി ഹൈസ്കൂൾ ടീച്ചറെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ നിയമന നില, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച കട്ട് ഓഫ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അധ്യാപക നില, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പരിചയപ്പെടുത്തും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കട്ട് ഓഫ്, ഇപ്പോഴത്തെ ഒരു നിയമന നില, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഹൈസ്കൂൾ ടീച്ചറുടെ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്തത് ഏകദേശം എന്ന് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്വാഭാവികമായും ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ HST വീഡിയോകളുമായി നമുക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ഓക്കെ, താങ്ക്